അവർക്ക് അർഹതപ്പെട്ട ആദരവ് വാങ്ങി കടന്നുപോയത്. അതിനൊരു പാരമ്പര്യമുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. ശ്രീശങ്കരൻ തന്റെ പ്രിയപ്പെട്ട അമ്മയുടെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം വിശ്രമിച്ച ഒരു ക്ഷേത്ര സന്നിധി എന്ന അപൂർവ സൗഭാഗ്യം ഈ ക്ഷേത്രത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അഗതികളായ അമ്മമാരെ നിങ്ങൾ ആദരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശങ്കരനെയും അവന്റെ ദർശനത്തെയും ഈ ഭഗവതിയുടെ സാന്നിധ്യം കൂടിയാണ് നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്നു പുത്തങ്കാവലമ്മ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതും ഈ ഒരു നിമിഷത്തെ ഓർത്താകണം. ഇവിടെ നൽകപ്പെട്ട പുരസ്കാരങ്ങൾ, സമ്മാനങ്ങൾ, അന്നദാനം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ പാവപ്പെട്ടവരെ, സങ്കടപ്പെടുന്നവരെ നിങ്ങൾ ഓർമ്മിക്കുന്നു, അവരെ സ്മരിക്കുന്നു, അവർക്കായി വേണ്ടതൊക്കെയും കൃത്യമായി ഇടവേള കൊടുക്കുന്നു എന്ന് തന്നെയാണ് ഈ സ്ഥാനത്തെ ഈ തിരുസന്നിധിയെ വ്യത്യസ്തമാക്കുന്നത്, വേറിട്ടതാക്കുന്നത്. തീർച്ചയായും സാഹോദര്യത്തിൻ്റെ ഒരു ഈറ്റില്ലമായി ഈ ക്ഷേത്രവും ഇതിൻ്റെ സന്നിധിയും ഇതിൻ്റെ പരിസരവും ഇനിയും പുലരട്ടെ എന്ന ആശംസയോടെ ഈ വലിയ ചടങ്ങുകളിലേക്ക് എളിയവനായി എന്നെ കൂടെ ചേർക്കാൻ മനസ്സ് കാണിച്ച ഇതിൻ്റെ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും ഏറ്റവും ആദരവോടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അടുത്ത ആഴ്ചകളിലാണ് കാര്യപ്പള്ളി പെരുന്നാൾ. ആ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കാൻ കൂടെ ഈ അവസരം ഞാൻ വിനയപൂർവ്വം ഉപയോഗിക്കുകയാണ്. ഈ പുരസ്കാരം ദേവചേട്ടന് കൊടുക്കുന്ന എനിക്ക് അനുഭവമായി സന്തോഷമുണ്ട്. കാരണം അനുഗ്രഹീതമായ ഒരു കലാകാരനാണ്, അനുഗ്രഹീതമായ ശബ്ദത്തിനുടമയാണ്. തീർച്ചയായിട്ടും അതുപോലെ ദൈവമായി ഞാൻ കാണുന്നു. ഒത്തിരി നന്ദി. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ജയചേട്ടൻ ഉയരട്ടെ എന്ന ആശംസയുടെ പ്രാർത്ഥനയോടെ ഇതിൽ കൂടെ എല്ലാവർക്കും നന്ദിയും നന്മയും നേർന്നുകൊണ്ട് നിർത്തുന്നു.